എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാകുന്ന യോഹന്നാനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സ്നേഹത്തെക്കുറിച്ച് ദീർഘമായി പഠനം നടത്തുവാൻ സഹായിക്കട്ടെ എന്ന്. സ്നേഹമെന്ന ആശയത്തെ ഉത്തേജിപ്പിക്കുന്ന 4 പദങ്ങൾ ഗ്രീക്ക് എന്ന ഭാഷയിലുണ്ട്. നമ്മുടെ മലയാളത്തിൽ സ്നേഹമെന്ന് മാത്രം പറഞ്ഞു നിൽക്കുമ്പോൾ ഗ്രീക്കിൽ അതിന് 4 രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നാമതായി സ്റ്റോർഗി, കുടുംബ ബന്ധത്തിൽ പ്രത്യക്ഷമാകുന്ന സ്നേഹവാത്സല്യാദികളെ വിവക്ഷിക്കുന്നതാണ് സ്റ്റോർഗി. പുതിയ നിയമത്തിൽ ഈ പദം ബൈബിളിൽ ഉപയോഗിച്ച് കാണുന്നില്ല. റോമർ 12:10 ഫിലോസ്റ്റോർഗോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായി പൂണ്ട് എന്ന പദം ഉപയോഗിച്ച് കാണുന്നുണ്ട്. രണ്ടാമതായി ഉപയോഗിച്ചിരിക്കുന്ന പദം എറോസ്, കാലികമായ ആഹ്ലാദം പ്രദാനം ചെയ്യുന്ന ലൈംഗിക സ്നേഹമാണിത്. പക്വത എത്തിയിട്ടില്ലാത്ത സ്നേഹം അഥവാ കാമം ആണ് എറോസ്. പുതിയ നിയമത്തിൽ ഈ പദം ഒരിടത്തും ഉപയോഗിച്ച് കാണുന്നില്ല. മൂന്നാമതായി ഫിലിയ, പ്രിയം. ഫിലിയോ എന്ന ധാതുവിനെ ചുംബിക്കുക എന്നർത്ഥം. പുതിയ നിയമത്തിൽ ഈ വാക്ക് 25 പ്രാവശ്യമുണ്ട്. ലാളനം, ചുംബനം എന്നീ അർത്ഥങ്ങളിലാണ് ഫിലിയ ഏറെക്കുറെയും പ്രയോഗിക്കപ്പെടുന്നത്. വിവാഹത്തിലും സൗഹൃദത്തിലും പ്രത്യക്ഷപ്പെടുന്ന സ്നേഹമാണ് ഈ ഫിലിയ. എന്നാൽ 4ാമത്തെ സ്നേഹത്തെക്കുറിച്ചാണ് ബൈബിൾ മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് അഗാപ്പെ, കുലീനവും ദൈവികവുമായ സ്നേഹം. ദൈവത്തോടോ ക്രിസ്തുവിനോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സ്നേഹം, സ്നേഹവിരുന്ന് എന്നിവയാണ് പ്രസിദ്ധാർത്ഥങ്ങൾ. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് വ്യക്തമാക്കാൻ അഗാപ്പെ, ഫിലിയോ എന്നീ 2 ക്രിയകളും പ്രയോഗിച്ചിട്ടുണ്ട്. സെപ്റ്റുജിൻ്റിൽ 14 തവണ അഗാപ്പെ പ്രയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അഗാപ്പെ 116 പ്രാവശ്യവും ക്രിയാരൂപം 112 പ്രാവശ്യവും ഉണ്ട്. അപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഗാപ്പെ സ്നേഹത്തെക്കുറിച്ചാണ് ബൈബിളിൽ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷണവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപവും സ്നേഹമാണ്. പുരുഷൻ്റെയും വൈകാരികവും ആയ ഭാവം ദൈവത്തിനുമുണ്ട്. വിശുദ്ധിയിലും സത്യത്തിലും അധിഷ്ഠിതവും ബുദ്ധിപരവും സ്വമേധാവുള്ളതുമാണിത്. സാക്ഷാൽ സ്നേഹം സംവേദനം ഉൾക്കൊള്ളുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ പാപത്തിൽ ദുഃഖിക്കുന്നത് ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പഴയ നിയമത്തിൽ പ്രകടമാണ്. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ശലോമോന്റെ ജ്ഞാനം കേട്ട് അത്ഭുതപ്പെട്ട ശേബാരാജ്ഞി ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കുവാൻ പ്രസാദിച്ച യഹോവയുടെ സ്നേഹത്തെ വാഴ്ത്തി. നീതിമാനായ ദൈവത്തിൻ്റെ കൃപാപൂർണമായ സ്നേഹത്തെക്കുറിച്ച് പ്രവാചകന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്കു നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ശക്തിയും ഉണ്മയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിജ്ഞാനത്തെ കവിയുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എഫെസ്യർ 3:17-19 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്നേഹസ്വരൂപൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം ജീവൻ മറുവലിയായി നൽകി ക്രിസ്തു പാപികളെ സ്നേഹിച്ചു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഏറ്റവും വലിയ വാക്യം ഇതാണ്: തൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്:
ദൈവം നമ്മെ അധികമായി സ്നേഹിക്കും. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് നമുക്കും ആ സ്നേഹത്തിൽ ജീവിക്കാം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനെ പോലെ നമുക്കും ഈ സ്നേഹത്തിൽ ജീവിക്കാം. കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിടും. നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ പലപ്പോഴും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കും. അതിൻ്റെ മധ്യത്തിൽ തകർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ദൈവവചനത്തെ അടിസ്ഥാനമിട്ടുകൊണ്ട് മുന്നോട്ടോടുവാൻ ഓരോ ശ്രോതാക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും കാണാമെന്ന പ്രത്യാശയോടെ വിട പറയുന്നു. എല്ലാവരെയും സർവ്വകൃപാലുവായ ദൈവം സമസ്തമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.